ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഞാനിവിടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്ക മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിന് പാകത്തിന് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വഴറ്റിയെടുത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് 1 കപ്പ് അളവ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാല് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച പാലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് അളവ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അളവ് മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ ഒരു പാല് ഈ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാകത്തിനാണ് ഉണ്ടാകുക. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ഉണ്ടാവേണ്ടത്. ഏകദേശം ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതിയോളം കൂട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ പകുതിയോളം കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ആ ഒരു മസാലയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഈവനായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഈ ഒരു സമയത്ത് ഏറ്റവും ലോയിലാക്കി വെക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ അതാ ഉള്ളിയുടെ മസാല ഞാനിവിടെ ഈവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. മുട്ടയില്ലാതെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്നാൽ മുട്ട കൂടെ വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ ദാ ഞാൻ ഈ ഒരു രീതിക്ക് ഒന്ന് മുട്ട കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന ഉള്ളിയുടെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ മസാല നമ്മൾ തയ്യാറാക്കിയത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ അതാ ഇതുപോലെ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും ഞാനിവിടെ ഈവണായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കവറായിട്ട് വരുന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 5 മുതൽ 6 മിനിറ്റ് നേരത്തേക്കാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും അടിഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റോളം ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പൊട്ടിപ്പോകുമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മറിച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മളുടെ അടിഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്.
മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മുതൽ 3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആ ഒരു സമയമാകുമ്പോഴേക്കും അതിൻ്റെ മുകൾ ഭാഗവും നല്ലപോലെ മുരിഞ്ഞ് വന്നോളും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവൻ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. ആ ഒരു ഉള്ളിയുടെ മസാലയും മുട്ടയും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.